വനം വകുപ്പ് എടുത്ത കേസിൽ വേടന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വനം വകുപ്പ് ജാമ്യാപേക്ഷയെ അതിശക്തമായി കോടതിയിൽ എതിർത്തു എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകം പറയേണ്ടതുണ്ട്. ജാമ്യം നൽകരുത്, ജാമ്യം നൽകിയാൽ അദ്ദേഹം രാജ്യം വിടും തുടങ്ങിയ കാര്യങ്ങളാണ് വനം വകുപ്പ് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അത് അവഗണിച്ചുകൊണ്ട്, അത് നിരാകരിച്ചുകൊണ്ട് കോടതി വേടന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ ജാമ്യാപേക്ഷയോട് ഏതെങ്കിലും തരത്തിലൊരു മൃദുഭാവം സ്വീകരിച്ചില്ല വനം വകുപ്പ്. കടുത്ത എതിർപ്പാണ് മുന്നോട്ട് വച്ചത്. രാജ്യം വിടാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തിൻ്റെ മാനേജരെ ചോദ്യം ചെയ്യണം, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തണം, ഇത് നൽകിയ ആളെ കണ്ടെത്തണം, അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങൾ കോടതിയിൽ വനം വകുപ്പ് ഈ ജാമ്യത്തെ എതിർക്കാൻ വേണ്ടി ഉന്നയിച്ചെങ്കിലും കോടതി അത് അനുവദിച്ചിട്ടില്ല. മറ്റു സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കോടതിയിൽ നടന്നത് എന്താണ് വിഷ്ണു? വിജയകുമാർ, പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വേടന് ജാമ്യം അനുവദിച്ചത്. 2-ാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കാനാണ് ഇരുന്നതെങ്കിലും ഇന്ന് കോടതി കൂടിയ ഘട്ടത്തിൽ തന്നെ ജാമ്യ ഹർജി പ്രസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ പശ്ചാത്തലത്തിൽ ജാമ്യ ഹർജി വേടൻ പ്രസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ വിശദമായ ഒരു വാദം ജാമ്യ ഹർജിയിൽ നടന്നു. സാധാരണഗതിയിൽ ജാമ്യ ഹർജിയിൽ വാദം നടന്ന് പിന്നീട് ഉത്തരവ് മാറ്റിവെക്കാനാണ് പതിവുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അടിയന്തര സ്വഭാവമുള്ള കേസായി പരിഗണിച്ചുകൊണ്ട് നിലവിൽ ജാമ്യം നൽകിയിരിക്കുകയാണ്. വനം വകുപ്പ് വേടന്റെ ജാമ്യ ഹർജിയെ പൂർണ്ണമായും എതിർത്തു. ഈ പ്രതി രാജ്യം വിടാൻ സാധ്യതയുണ്ട്, ഇയാളുടെ പാസ്പോർട്ട് അടക്കമുള്ള വസ്തുക്കളൊക്കെ ഇയാളുടെ പക്കലുള്ള ആളാണ്, അതോടൊപ്പം തന്നെ കേസിന്റെ അന്വേഷണം പ്രാരംഭിക ഘട്ടത്തിലാണ്, ഇതിന്റെ ഉറവിടമടക്കം കണ്ടെത്തണം, പ്രതി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ വാദമുഖങ്ങളൊക്കെയാണ് ജാമ്യം തടയുന്നതിന് വേണ്ടി വനംവകുപ്പ് മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനെ ശക്തമായി തന്നെ വേടൻ എതിർത്തു. അതായത് ഇത് തനിക്ക് ഒരാൾ സമ്മാനമായി നൽകിയ വസ്തുവാണ്, ഇത് പുലിപ്പല്ലാണ് എന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ താനിത് ഉപയോഗിക്കില്ലായിരുന്നു. ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് പ്രഥമ ദൃഷ്ടിയാൽ ഒരു പുലിപ്പല്ല് തിരിച്ചറിയാനാകുക എന്ന് ചോദിച്ചു. അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ കയ്യിൽ ശാസ്ത്രീയ തെളിവുകളില്ല. സ്വാഭാവികമാണത്, വനം വകുപ്പിന്റെ പക്കൽ ശാസ്ത്രീയ തെളിവുകളില്ല. അത് ഇനി ഹൈദരാബാദിലെല്ലാം പോയി അതിന്റെ പരിശോധനാ ഫലമൊക്കെ വരേണ്ടിയിരിക്കുന്നു. ഒപ്പം വനം വകുപ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് വേടൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുവെന്ന്. വീണ്ടും കസ്റ്റഡിയിലും ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വേടന് ജാമ്യം അനുവദിച്ചത്. വേടന് ഈ സമാനമായ കുറ്റകൃത്യങ്ങൾ, അതായത് ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ മുൻപ് ഏർപ്പെട്ടിട്ടില്ലാത്ത ആളാണ്. അതും ഈ ജാമ്യം നൽകാനുള്ള പ്രധാന കാരണമായി നമ്മൾ കണക്കാക്കുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ ഈ ഓർഡർ പുറത്തുവരുന്ന ഘട്ടത്തിലായിരിക്കും മനസ്സിലാകുക. എന്തായാലും 2 ദിവസമാണ് വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിയത്. വിശദമായ തെളിവെടുപ്പ് നടത്തി. വേടന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ പുലിപ്പല്ല് കെട്ടി ലോക്കറ്റാക്കി സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ 2 ദിവസത്തിനുള്ളിൽ നടന്നെങ്കിലും വേടന് ജാമ്യം അനുവദിക്കാം എന്ന നിലപാടിലേക്ക് കോടതി പോവുകയായിരുന്നു. അത് ഒരുപക്ഷെ അയാൾ ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്ന വനം വകുപ്പിന്റെ വാദത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കും. ഇതിന്റെ ഒരു ആകത്തുക ഇങ്ങനെയാണ്. വേടനെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവുമായി തൃപ്പൂണിത്തുറ പോലീസ് പിടികൂടുന്ന ഘട്ടത്തിൽ അവിടെ വേടന്റെ കഴുത്തിൽ കിടന്നത് ഒരു പുലിപ്പല്ലുള്ള മാലയാണെന്നൊരു സംശയം തോന്നുന്നു. അങ്ങനെ കോടനാട് നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി അവിടെ പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു. പരിശോധന നടത്തിയ ഘട്ടത്തിൽ പ്രാഥമികമായി തന്നെ ഇത് പുലിപ്പല്ലാണ് എന്ന് മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെയാണ് വനംവകുപ്പ് മൃഗവേട്ട അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി വേടനെതിരെ കേസെടുക്കുകയും തെളിവെടുപ്പൊക്കെ നടത്തുകയും ചെയ്തത്. പക്ഷേ പിന്നീട് ഇതിന്റെ ശാസ്ത്രീയ തെളിവിന്റെ ഒരു അടിസ്ഥാനം ഇല്ലാത്തൊരു പശ്ചാത്തലമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ വനംവകുപ്പിന്റെ എതിർ വാദമുഖങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയതെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യ വ്യവസ്ഥയുമായി അല്ലെങ്കിൽ ജാമ്യത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഓർഡർ ലഭ്യമാകും. അതിലായിരിക്കും ഏത് പശ്ചാത്തലത്തിൽ ഇത് ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക. വേടൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വേടനെതിരെ മൃഗവേട്ട അടക്കമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ആ വകുപ്പ് ചുമത്താൻ പറ്റില്ല വേടനെതിരെ എന്ന് പറയുന്നത്. കാരണം ഇത് മറ്റൊരാൾ ഗിഫ്റ്റ് ചെയ്തൊരു വസ്തുവാണ്, സമ്മാനമായി നൽകിയൊരു വസ്തുവാണ്. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് താൻ ഇതിൽ വേട്ട നടത്തി എങ്ങനെ പറയാനാകും, അത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യും എന്ന് വേടൻ ചോദിച്ചിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അറിവില്ലായ്മ അത് നിയമപരമായി നിലനിൽക്കുക എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ വേടന് ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്ന്. പക്ഷേ മറ്റു മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വേടന്റെ മുൻകാല ചരിത്രവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അയാളുടെ കുറ്റകൃത്യങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യവും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും